ഹലോ ആൻഡ് വെൽക്കം ടു ദി ഡെയിലി അത്ലീറ്റ് പ്രോഗ്രാം. ജിമ്മിൽ പോകുന്ന എല്ലാവരും പ്രോട്ടീൻ സപ്ലിമെന്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോകുന്ന എല്ലാവരും പ്രോട്ടീൻ സപ്ലിമെന്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരുപാട് പേർക്ക് പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവൻ കാണുക, മനസ്സിലാക്കുക. സോ ആദ്യം തന്നെ പറയാം, പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു മസിൽ ബിൽഡിംഗ് ന്യൂട്രിയന്റ് മാത്രമല്ല. നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ്റെ ഒരുപാട് ക്രിട്ടിക്കൽ ഫംഗ്ഷനിങ്ങിൽ ഒന്ന് മാത്രമാണ് ഈ പറഞ്ഞ മസിൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആന്റിബോഡീസിന്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും, ഹോർമോൺസിന്റെയും എൻസൈംസിന്റെയും ഇതിന്റെ എല്ലാത്തിനും പ്രൊഡക്ഷനും, അതുപോലെ തന്നെ നമ്മുടെ ബോൺ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ പറഞ്ഞ പ്രോട്ടീൻ കൊണ്ടാണ്. സോ നിങ്ങളിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിലും വർക്കൗട്ട് ചെയ്യാത്ത ആളാണെങ്കിലും പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ഇനി ഒരാൾക്ക് എത്ര പ്രോട്ടീൻ വേണമെന്നുള്ളത് അയാളുടെ ഹൈറ്റ്, വെയിറ്റ്, വർക്കൗട്ടിന്റെ ഇന്റൻസിറ്റി ഇതെല്ലാം കണക്കിലെടുത്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആവറേജ് ഒരു ഇന്ത്യൻ മെയിലിന്റെയും ഒരു ഇന്ത്യൻ ഫീമെയിലിന്റെയും ഹൈറ്റ് നോക്കണമെങ്കിൽ ആണുങ്ങൾക്ക് ഒരു 5 feet 6 inch മുതൽ 5 feet 8 inch വരെയും, ഫീമെയിൽസിന് ഒരു 5 feet 1 inch മുതൽ 5 feet 3 inch വരെയും. അങ്ങനെയാണെങ്കിൽ ഐഡിയലി അവർക്ക് ആണുങ്ങൾക്ക് ഒരു 70 to 75 kg, പെണ്ണുങ്ങൾക്ക് ഒരു 50 to 50 kg ആണ് ഉണ്ടാവേണ്ടത്. ഇനി വർക്കൗട്ട് ചെയ്യാത്ത ഒരാളുടെ പ്രോട്ടീൻ റിക്വയർമെന്റ് ആണെങ്കിൽ ബെയർ മിനിമം 0.8 gram per kg ഓഫ് ബോഡി വെയിറ്റ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ റെക്കമെൻഡേഷൻസ് ഞാൻ ചെയ്യുന്നതല്ല, ഇത് RDA സെറ്റ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ആണ്. അതായത് റെക്കമെൻഡഡ് ഡെയിലി അലവൻസസ്. ഈ ഗൈഡ് ലൈൻസ് തന്നെയാണ് വേൾഡ് വൈഡ് ആയിട്ട് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സും ക്ലിനിക്കൽ ന്യൂട്രീഷണേഴ്സും എല്ലാം റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. RDA ഗൈഡ് ലൈൻസ് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ആണ് 1940s. US ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ബോർഡ് വളരെ വാസ്റ്റ് ആയിട്ടുള്ള റിസർച്ചും സ്റ്റഡിയും നടത്തി നമ്മുടെ ബോഡിയിൽ മാൽ ന്യൂട്രീഷൻ ഉണ്ടാതിരിക്കണമെങ്കിൽ ഓരോ ന്യൂട്രിയന്റും ഡെയിലി ഏറ്റവും കുറഞ്ഞ എത്ര വേണ്ടി വരും എന്നുള്ളത് കണ്ടുപിടിച്ചു. പക്ഷേ RDA ഗൈഡ് ലൈൻസിന് ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ആ സ്റ്റഡി നടത്തിയിരിക്കുന്നത് ഓൾറെഡി ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ സിഡൻഡറി അഥവാ ഇനാക്റ്റീവ് ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരിലാണ് സ്റ്റഡി നടത്തിയിരിക്കുന്നത്. പക്ഷേ ആക്റ്റീവ് ലൈഫ് സ്റ്റൈലുള്ള, അതായത് ഫിറ്റ്നസ്സും ഹെൽത്തും സീരിയസ് ആയിട്ട് എടുക്കുന്ന, എക്സസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ RDA ഗൈഡ് ലൈനായ 0.8 gram per kg ഓഫ് ബോഡി വെയിറ്റ് എന്നുള്ള കണക്ക് ഒരിക്കലും സഫീഷ്യന്റ് ആവില്ല. അങ്ങനെ വരുമ്പം ബെയർ മിനിമം 1.2 gram per kg ഓഫ് ബോഡി വെയിറ്റ് എങ്കിലും അവർക്ക് എടുക്കേണ്ടി വരും. അതുപോലെ ചിലപ്പോൾ വർക്കൗട്ടിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് 2 അല്ലെങ്കിൽ 2.5 gram അല്ലെങ്കിൽ അതിന് മേളിലോ ഗ്രാം ഓഫ് പ്രോട്ടീൻ പെർ kg ഓഫ് ബോഡി വെയിറ്റ് വേണ്ടി വരും. ഇനി നമുക്ക് ഏതൊക്കെ കാറ്റഗറി ആൾക്കാർക്കാണ് പ്രോട്ടീൻ വേണ്ടി വരുന്നതെന്നും ഏതൊക്കെ കാറ്റഗറി ആൾക്കാരാണ് പ്രോട്ടീൻ സപ്ലിമെന്റ്സ് വേണ്ടി വരാത്തതെന്നും നോക്കാം. ഇനി പ്രോട്ടീൻ സപ്ലിമെന്റ്സ് മോസ്റ്റ്ലി വേണ്ടി വരാത്ത കാറ്റഗറി എന്ന് പറയുന്നത് ടീനേജേഴ്സും ജിമ്മിലേക്ക് ആദ്യമായിട്ട് പോകുന്ന ബിഗിനേഴ്സുമാണ്. അതായത് നമ്മളെ ബേസ് ലെവലായ 1.2 gram per kg ഓഫ് ബോഡി വെയിറ്റ് എന്നുള്ള കാൽക്കുലേഷനിൽ കൂട്ടിയാലും ഒരു 60 to 90 gram പ്രോട്ടീനെ വേണ്ടി വരുന്നുള്ളൂ. അത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഡയറ്റിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ മോഡറേറ്റ് ടു ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്ന ടീനേജർ ആണെങ്കിൽ പോലും അവർക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ അവർക്ക് ഡയറ്റിൽ നിന്ന് തന്നെ സുഖമായിട്ട് എടുക്കാവുന്നതാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ടീനേജേഴ്സിൻ്റെ അപ്പറ്റൈറ്റ് വളരെ കൂടുതലാണ്. അതായത് നല്ലവണ്ണം ആഹാരം കഴിക്കുന്ന ആൾക്കാരാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അവരുടെ പ്രോട്ടീൻ്റെ അബ്സോർപ്ഷൻ, ഡൈജഷൻ, അതുപോലെ പ്രോട്ടീൻ സിന്തസിസ് ഒരു അഡൽട്ടിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. സോ ടീനേജേഴ്സിന് സപ്ലിമെന്റ്സ് കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ അവർക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക. അവർക്ക് അതിന് ആവശ്യമുള്ള പ്രോട്ടീൻ കിട്ടിക്കോളും. പിന്നെ ഓൾമോസ്റ്റ് ഇതേ രീതിയാണ് ബിഗിനേഴ്സിനും. അവരുടെ വർക്കൗട്ട് ഇന്റൻസിറ്റി വെച്ചിട്ട് അവർക്ക് ഈ പറഞ്ഞ 60 to 90 gram പ്രോട്ടീനെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അത് മാത്രമല്ല അവർക്ക് ഈ 60 to 90 gram പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് അവരുടെ ഫുഡിൽ നിന്ന് തന്നെ അവർ കിട്ടുന്നതാണ്. ഇനി പ്രോട്ടീൻ സപ്ലിമെന്റ്സ് മോസ്റ്റ്ലി വേണ്ടി വരുന്നത് 3 കാറ്റഗറി ആൾക്കാർക്കാണ്. ഒന്ന് അത്ലീറ്റ്സ്, 2 ഒരു ഇന്റർമീഡിയറ്റ് ടു അഡ്വാൻസ് ലെവൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ, 3 വെജിറ്റേറിയൻസ്. അപ്പോൾ നമ്മൾ അത്ലീറ്റ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ജിമ്മിൽ ഒരു മോഡറേറ്റ് ഇന്റൻസിറ്റിയിലായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് സ്പോർട്സ് സ്പെസിഫിക് ട്രെയിനിങ് ഉണ്ട്. അത് ഫിസിക്കലി വളരെ എക്സേർട്ടിംഗ് ആണ്, സ്കിൽ ബേസ്ഡ് ആണ്, അത് മാത്രമല്ല വളരെ എനർജി ഡിമാൻഡിങ്ങും ആണ്. അങ്ങനെ വരുമ്പം അവർക്ക് 2 അല്ലെങ്കിൽ 2.5 gram per kg ഓഫ് ബോഡി വെയിറ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഓൾമോസ്റ്റ് 140 to 180 gram പ്രോട്ടീൻ വേണ്ടി വരും. അപ്പം നമ്മൾ ഡയറ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു 100-110 gram പ്രോട്ടീൻ മാനേജ് ചെയ്താലും ബാക്കി വരുന്ന പ്രോട്ടീൻ നമുക്കൊരു പ്രോട്ടീൻ സപ്ലിമെന്റ് യൂസ് ചെയ്ത് ബാലൻസ് ചെയ്യുന്നതാണ്. ആവറേജ് പ്രോട്ടീൻ സപ്ലിമെന്റ്സിന്റെ സ്കൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 30 to 35 gram ആണ്. അതിൽ ഓൾമോസ്റ്റ് 30 gram പ്രോട്ടീൻ കിട്ടും. അപ്പോൾ ഒരുപാട് ഫുഡ് കഴിക്കാതെ തന്നെ നമുക്കൊരു 2 സ്കൂപ്പ് പ്രോട്ടീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്കൊരു 50-60 gram പ്രോട്ടീൻ കിട്ടും. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ടു അഡ്വാൻസ് ലെവൽ വർക്കൗട്ട് ചെയ്യുന്നത്. അതായത് ഒരുപാട് ഹെവി ആയിട്ട് ലിഫ്റ്റ് ചെയ്യുന്നവരും ഇന്റൻസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരും അവർക്കും 2 to 2.5 gram per kg ഓഫ് ബോഡി വെയിറ്റ് വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഡയറ്റും പ്ലസ് പ്രോട്ടീൻ സപ്ലിമെന്റൂടെ കമ്പൈൻ ചെയ്താൽ അവിടെ ഒരു ദിവസം ആവശ്യമുള്ള പ്രോട്ടീൻ അവർക്ക് നിന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻസ് ആണ്. പ്ലാൻ ബേസ്ഡ് ഡയറ്റിൽ പ്രോട്ടീൻ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പ്ലാൻ ബേസ്ഡ് പ്രോട്ടീനും ആനിമൽ ബേസ്ഡ് പ്രോട്ടീനും രാപ്പകൽ വ്യത്യാസമുണ്ട്. അത് യൂട്ടിലൈസേഷനിലാണെങ്കിലും അബ്സോർപ്ഷന്റെ കാര്യത്തിലാണെങ്കിലും അമിനോ ആസിഡ് പ്രൊഫൈലിന്റെ കാര്യത്തിലാണെങ്കിലും. സത്യം പറഞ്ഞാൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു ടോപ്പിക് വന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ.
സോ നമ്മൾ ഡെയിലി പ്രോട്ടീൻ്റെ റിക്വയർമെൻറ്റിന് വേണ്ടി നമ്മൾ പ്ലാൻ ബേസ് ഫുഡുകൾ എടുക്കുമ്പോൾ എന്തൊരു പറഞ്ഞാൽ അതിനകത്ത് പ്രോട്ടീൻ മാത്രമല്ല വരുന്നത്, ഹൈ എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റും വരും. അപ്പോൾ എന്തൊരു പറഞ്ഞാൽ ഡെയിലി റിക്വയർമെൻറ്റ് തയ്ക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വെജിറ്റേറിയൻ സോഴ്സസ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ കാർബോഹൈഡ്രേറ്റും വരും. ഓൾറെഡി നമ്മുടെ ഇന്ത്യൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഡോമിനൻ്റ് ആണ്, അതായത് ആവശ്യത്തിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഓൾറെഡി ഉണ്ട്. അതിൻ്റെ മേളിൽ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് തയ്ക്കാൻ വേണ്ടി കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ് തന്നെ എടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ എക്സ്ട്രാ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ഗെയിൻ ചെയ്യാൻ റീസൺ ആയിട്ട് വരും. പിന്നെ ചില ഫുഡ് ഗ്രൂപ്പ് ഉണ്ട്, അതായത് സോയാബീൻ പോലുള്ള ചില ഫുഡ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കുറവാണ് പക്ഷേ പ്രോട്ടീൻ ഉണ്ട്. പക്ഷേ അതിനും അതിൻ്റെയുള്ള ചില പ്രോബ്ലംസ് ഉണ്ട്, അത് നമ്മൾ മറ്റു വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ്. സോ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ചെയ്യാതെ പറ്റുന്നത്ര മാക്സിമം പ്രോട്ടീൻ ഡയറ്റിൽ നിന്ന് എടുക്കുകയും എക്സ്ട്രാ എത്രയാണോ പ്രോട്ടീൻ വരുന്നത് അതൊരു സപ്ലിമെൻറ്റ് യൂസ് ചെയ്ത് ബാലൻസ് ചെയ്യുകയും ചെയ്യാം. സോ മേക്ക് സ്മാർട്ട് ഡിസിഷൻ, സ്റ്റേ ഫിറ്റ്, സ്റ്റേ ഹെൽത്തി.